നിർണായകമായ ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കാൻ കേന്ദ്രം തയ്യാറെടുക്കുന്നു. 30 ദിവസം തടവിലായാൽ മന്ത്രിസ്ഥാനം നഷ്ടമാകുമെന്ന് വ്യവസ്ഥ ചെയ്യുന്നതാണ് ബില്ല്. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും ബില്ല് ബാധകമായിരിക്കും. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ, വെരി ഗുഡ് മോർണിംഗ് നോബൽ. അങ്ങനെ ഒരു നിയമം വരാൻ പോവുകയാണ്. പക്ഷേ ഇത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. കാര്യം ആരെ വേണമെങ്കിലും ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ 30 ദിവസം ജയിലിൽ കിടന്നാൽ മന്ത്രിസ്ഥാനം നഷ്ടമാവുന്ന അവസ്ഥയുണ്ടാവും. പക്ഷേ നിലവിൽ അധികാരമുള്ളവർക്കാണ്. അത് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെ ലക്ഷ്യമിട്ടതാവാം എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ആരോപണമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഇത്തരമൊരു ഭേദഗതി ബില്ല് വരുന്ന സമയത്ത് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. ആ ബില്ല് രാഹുൽ ഗാന്ധി കീറിക്കളയുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ 30 ദിവസം ജയിലിൽ കിടന്നാൽ മന്ത്രിസ്ഥാനം നഷ്ടമാകും. നിർണായകമായ നീക്കമാണ്. എപ്പോഴത്തേക്ക് അവതരിപ്പിക്കാനാണ് നീക്കം? നോബൽ, ഗുഡ് മോർണിംഗ്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ 30 ദിവസം ജയിലിൽ കഴിഞ്ഞാൽ സ്വാഭാവികമായും മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ബാധകമായ ബില്ലാണ് ഇന്നിപ്പോൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഈ ബില്ലെത്തുമ്പോൾ അരുൺ സൂചിപ്പിച്ച പ്രധാന വിഷയങ്ങൾ എന്താണെങ്കിലും ഉണ്ട്. കാരണം ഈ കഴിഞ്ഞ കുറേ നാളുകളായി, പ്രത്യേകിച്ച് മോദി സർക്കാർ അധികാരത്തിൽ വന്ന കാലത്ത് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് നിരന്തരം വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ അടക്കമുള്ള ആളുകളെയൊക്കെ പിടിച്ച് ജയിലിലിടുന്നത് ഒരു നിത്യ കാഴ്ചയായി സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഇങ്ങനെയൊരു ബില്ല് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് സ്വാഭാവികമായും പ്രതിപക്ഷ പാർട്ടികളിൽ വലിയ സംശയങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ബില്ല് വ്യവസ്ഥ ചെയ്യുന്നത് പ്രകാരമാണെങ്കിൽ 30 ദിവസം ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ 31ാമത്തെ ദിവസം ഓട്ടോമാറ്റിക്കായി മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും. അതിനു മുൻപ് തന്നെ മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിസ്ഥാനത്ത് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർക്കോ രാഷ്ട്രപതിക്കോ ശുപാർശ ചെയ്യാം. അത്തരത്തിലൊരു ശുപാർശ വന്നില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ ഈ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും. 5 വർഷമോ അതിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ ഇത്തരത്തിൽ 30 ദിവസം ജയിലിൽ കിടക്കുമ്പോഴാണ്, തടവിൽ കിടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ഇത് ബാധകമാവുക എന്നതും പ്രധാനപ്പെട്ടതാണ്. അതേസമയം ഇത്തരത്തിൽ ഇത് പ്രാവർത്തികമായി മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട് പിന്നീട് നിരപരാധിത്വം തെളിയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തടവിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ച് മന്ത്രിസ്ഥാനത്തേക്ക് മടങ്ങി വരുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളൊന്നും ബില്ലിൽ പറയുന്നില്ല എന്നതും പ്രധാനപ്പെട്ടതാണ്. ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് അയക്കാനാണ് നിലവിൽ തീരുമാനം എടുത്തിരിക്കുന്നത്. ഒരു വശത്ത് ഈ വോട്ടുകൾ അടക്കമുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഒരു ദിവസം പോലും ചേരാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ആകെ ഓപ്പറേഷൻ സിന്ദൂരിൽ ചർച്ചയ്ക്ക് മാത്രമാണ് ഇരു സഭകളും കൃത്യമായി സമ്മേളിച്ച് മുന്നോട്ട് പോയത്. അത്തരത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായി തുടരുന്ന ഇടയിൽ കൂടിയാണ് ഇപ്പോൾ ഇങ്ങനൊരു ബില്ല് കൂടി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇന്നിപ്പോൾ ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് 3 ഭേദഗതികൾ ഉണ്ട്. ഒന്ന് 130ാം ഭരണഘടനാ ഭേദഗതി, അതിൽ കേന്ദ്ര ഭരണപ്രദേശങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട ഭേദഗതി ഉണ്ടാവും. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബില്ലും, അങ്ങനെ 3 ബില്ലുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉന്നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് നമുക്ക് മുന്നിൽ നോക്കുകയാണെങ്കിൽ നിരവധി മന്ത്രിമാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിമാരായ ഹേമന്ത് സോറനും അരവിന്ദ് കെജ്രിവാളും ഒക്കെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെ അത്തരത്തിൽ കേസുകളിൽ പ്രതിയാവുകയും മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നപ്പോഴാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നുകൊണ്ട് മുഖ്യമന്ത്രി പദം അലങ്കരിക്കുകയൊക്കെ ചെയ്ത് അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്. ഹേമന്ത് സോറൻ രാജിവെച്ചിട്ടായിരുന്നു, അദ്ദേഹം ഈ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ടായിരുന്നു അറസ്റ്റിലേക്ക് പോകുകയൊക്കെ ചെയ്തത്. അത്തരത്തിലുള്ള സാഹചര്യമുണ്ട്. നേരത്തെ തമിഴ്നാട്ടിൽ സെന്തിൽ ബാലാജിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഗവർണർ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് പുറത്താക്കിയ സംഭവങ്ങൾ, അത്തരത്തിൽ നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷത്തിന്റെ മുന്നിൽ ഏതാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് മുൻ അനുഭവങ്ങളായിട്ട് സ്വാഭാവികമായി ഈ ബില്ലെത്തുമ്പോൾ വലിയ പ്രതിഷേധമായിരിക്കും. അപ്രതീക്ഷിതമായാണ് ഈ ബില്ല്. അതായത് നാളെയാണ് പാർലമെന്റ് ഈ വർഷകാല സമ്മേളനം അവസാനിക്കുന്നത്. പാർലമെന്റ് സമ്മേളനം അവസാനിക്കാൻ 2 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു ബില്ല് എത്തിക്കുന്നത് എന്ന് പ്രധാനപ്പെട്ടതാണ്. അതായത് വലിയ രാഷ്ട്രീയ ലക്ഷ്യം ഇതിൽ കേന്ദ്ര സർക്കാരിനും BJPക്കും ഉണ്ട് എന്ന വിമർശനമായിരിക്കും ഇനിയിപ്പോൾ ഉയരാൻ പോകുന്നത്. അരുൺ.